ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഷഖീഖുൽ ബൽഖി. ഒരിക്കൽ കൂട്ടുകാരനായ ഷഖീഖുൽ ബൽഖി ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് പറഞ്ഞു, ഞാനൊരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്, മാസങ്ങൾ കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, സന്തോഷം, പോയി വരൂ. യാത്രാ ദിവസം വന്നു, അദ്ദേഹം പുറപ്പെട്ടു. പക്ഷെ വൈകുന്നേരം പള്ളിയിലേക്ക് നിസ്കരിക്കാനായി വന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കാണുന്നത് യാത്ര പറഞ്ഞു പോയ കൂട്ടുകാരനായ ഷഖീഖുൽ ബൽഖിയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പോയില്ലേ? ഷഖീഖുൽ ബൽഖി പറഞ്ഞു, ഞാൻ പോയി, പക്ഷെ ഇടക്ക് വെച്ച് തിരിച്ചു വന്നു. ഞാൻ ഇനി കച്ചവടത്തിന് പോകുന്നില്ല. എന്തേ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരുഭൂമിയിലൂടെ പോകുമ്പോൾ 2 പക്ഷികളെ കണ്ടു. ഒരു പക്ഷി, അതിന് കണ്ണിന് കാഴ്ചയില്ല, പറക്കാൻ കഴിവില്ല. ആ പക്ഷിക്ക് എങ്ങനെയാണ് ഭക്ഷണം ലഭിക്കുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു പക്ഷി അതിന്റെ അടുക്കലേക്ക് വരികയാണ്. അതിന്റെ കൊക്കിൽ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം ഈ സുഖമില്ലാത്ത, കാഴ്ചയില്ലാത്ത പക്ഷിക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, കണ്ണിന് കാഴ്ചയില്ലാത്ത, പറക്കാൻ കഴിയാത്ത ഈ പക്ഷിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയുമെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാതെ തന്നെ, അധ്വാനിക്കാതെ തന്നെ ഞാനും ഇനി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് വേണ്ടതെല്ലാം എന്റെ അടുക്കൽ വരും. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അല്ല, ഈ 2 പക്ഷികളിൽ നിങ്ങൾ ആരെയാണ് മാതൃകയായ പക്ഷിയായി കാണുന്നത്? ഷഖീഖുൽ ബൽഖി പറഞ്ഞു, രണ്ടാമത് വന്ന പക്ഷിയാണ്. കാരണം ആ പക്ഷിയാണല്ലോ ഈ പക്ഷിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, ആ പക്ഷിയാണ് നമ്മുടെ മാതൃക. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തനിക്ക് കഴിക്കുന്നതിൽ നിന്ന് ബാക്കി വരുന്നത് പാവങ്ങൾക്ക്, അന്നമില്ലാത്തവർക്ക്, വിഷമം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനം, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആരോഗ്യദൃഢഗാത്രനായ ഒരാൾ എന്തെങ്കിലും സഹായം ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് ആരെങ്കിലുമൊക്കെ എനിക്ക് സഹായിക്കും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യമാണ്. അധ്വാനിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അള്ളാഹു സഹായിക്കും എന്ന പ്രതീക്ഷയിൽ ഇരിക്കണം എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്. നല്ലൊരു ഉപദേശമാണ്. അള്ളാഹു സ്വീകരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.